ഹായ് സ്റ്റുഡൻസ്, ഡിപ്രിസിയേഷൻ എന്താണെന്ന് നോക്കാം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായുള്ള ഉപയോഗം മൂലം ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്നുള്ള രൂപത്തിൽ ചാർജ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ തുടർച്ചയായുള്ള ഉപയോഗം മൂലം അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനാണ് ഡിപ്രിസിയേഷൻ എന്നുള്ള പേര് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റ്സിനാണ് ചാർജ് ചെയ്യുന്നതെങ്കിലും ഫ്രീ ഹോൾഡ് ലാൻഡിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല. കാരണം ഫ്രീ ഹോൾഡ് ലാൻഡിന് ഇൻഫിനിറ്റ് ലൈഫാണ്. മറ്റുള്ള ഫിക്സഡ് അസറ്റ്സിനൊക്കെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് പറയും. അങ്ങനെയുള്ള അസറ്റിൻ്റെ മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫ് ടൈം എത്രയാണോ അത് ആവുമ്പോഴേക്കും എക്സ്പയറി ആകുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു അസറ്റ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തലും കൂടിയാണ് ഈ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിപ്രിസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് ക്യാഷ് നമ്മൾ റിയൽ ക്യാഷ് അവിടെ വരുന്നില്ല. പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിപ്രിസിയേഷൻ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് സാധാരണ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കാറുള്ളത്. ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ്സ് നിന്ന് മൈനസ് ചെയ്തിട്ട് ഈ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള ഫിഗറാണ് കാണിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ. അതിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പം ഒന്നുകിൽ അത് നേരിട്ട് അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്നുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാം. ഇത് ഫസ്റ്റ് പറയുന്നത് ഡിപ്രിസിയേഷൻ ചാർജ് എഗെയിൻസ്റ്റ് അസറ്റാണ് പറയുന്നത്. അസറ്റിൻ്റെ മേലെ നേരിട്ട് ചാർജ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അസറ്റിൽ നിന്ന് ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ആനുവലി ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇത് ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ട് ജേണൽ എൻട്രി എഴുതാറുണ്ട് സാധാരണയായിട്ട്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നതും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പം അസറ്റിൻ്റെ മേലെയാണ് ചാർജ് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് എന്നുള്ള ഒരു ജേണൽ എൻട്രി കൊടുക്കണം അസറ്റിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ. പിന്നെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ. അങ്ങനെ അതുപോലെ ഈ രണ്ട് എൻട്രി വേണം ഈ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ. അതായത് ഒന്ന് അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നതും മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡിപ്രിസിയേഷൻ മാറ്റി വെക്കുന്നതെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടാണ് വരേണ്ടത്. അപ്പോൾ അതായത് ഇത് നേരിട്ട് അസറ്റിലേക്ക് ചാർജ് ചെയ്യല ചെയ്യുന്നത്, ആദ്യം പ്രൊവിഷനാക്കി മാറ്റി വെക്കുക ചെയ്യുന്നത്. ഇവിടെ നേരിട്ട് അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നു. ഇവർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്നിട്ട് അക്കൗണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുമ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രിസിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രണ്ട് മെത്തേഡിലും സെയിം എൻട്രിയാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രിസിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രിസിയേഷൻ. ഇവരുടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്, ഇവരുടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു സാധാരണയായിട്ട് അസറ്റിൻ്റെ മേലെ ഈ ഫസ്റ്റ് മെത്തേഡിൽ അസറ്റിൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ ഈ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഇയർ റെക്കോർഡ് ചെയ്യുക. സെക്കൻഡ് ഇയർ ഈ കിട്ടിയ ബാലൻസിൻ്റെ മേലെ സെയിം ഡിപ്രിസിയേഷൻ വീണ്ടും ഡിഡക്റ്റ് ചെയ്യും. അത് ആ വർഷത്തെ ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷനാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അസറ്റിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ ഔട്ടർ കോളത്തിൽ അസറ്റിൻ്റെ എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ. രണ്ടാമത്തത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. രണ്ട് മെത്തേഡിലാണ് ചാർജ് ചെയ്യുന്നത്. അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊവിഷനിലേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് മെത്തേഡിൽ വരുന്നുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും സെക്കൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നുള്ള പേര് കൂടി അറിയപ്പെടും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്
ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്നും കൂടി അറിയപ്പെടും. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കും വരിക. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും സെയിം ആയിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഓരോ വർഷത്തെ അസറ്റിൻ്റെ ബാലൻസിൻ്റെ മേലെയാണ് നെക്സ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഇയറിൽ ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ എന്നുള്ള ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ ബാലൻസ് എമൗണ്ടാണ് കാണിക്കുക. ആ ബാലൻസിൻ്റെ മേലെയാണ് നെക്സ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ മേലെയാണ് എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓരോ വർഷത്തേക്കും ബാലൻസിൻ്റെ മേലെ, അതായത് റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ മേലെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ വർഷവും എത്രയാണോ അസറ്റിൻ്റെ ബാലൻസ്, ആ വർഷത്തെ ബാലൻസിൻ്റെ മേലെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടായിരിക്കില്ല, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുവാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ആനുവൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് തരും, എസ്റ്റിമേറ്റഡ് ലൈഫ് തരും, ചിലപ്പോൾ സ്ക്രാപ്പ് വാല്യൂ തരും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈം എത്രയാണോ അത് കഴിഞ്ഞാൽ അത് ആ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ അതിന് എത്രയെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ അതാണ് സ്ക്രാപ്പ് വാല്യൂ. അങ്ങനെ സ്ക്രാപ്പ് വാല്യൂ ഉള്ളതാണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്രാപ്പ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഇപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ ഒറിജിനൽ കോസ്റ്റ് ഇടുക, സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാം, അതിനാ എസ്റ്റിമേറ്റഡ് ലൈഫ് അതിന് എത്ര ആണോ അതിൻ്റെ ലൈഫ് ടൈം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആനുവൽ ഡിപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ കിട്ടാനുള്ള ഫോർമുലയാണ് ഇത്. ഇനി റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ, ചിലപ്പോൾ പെർസെൻറ്റേജിലാണ് നമുക്ക് ഡിപ്രിസിയേഷൻ അറിയേണ്ടതെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ കാണാൻ ഈ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ കിട്ടും. റേറ്റ് ആണ് കാണണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, എമൗണ്ട് ആണ് കാണണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. നെക്സ്റ്റ് ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് ചിലപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ചിലപ്പം പർച്ചേസ് പ്രൈസ് തരാം, ഫ്രൈറ്റ് തരാം, ഇൻസ്റ്റലേഷൻ ചാർജ് തരാം ഒരു അസറ്റിൻ്റെ. അങ്ങനെ വരുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ആഡ് ചെയ്തതായിരിക്കണം കോസ്റ്റ് ഓഫ് അസറ്റ്. പർച്ചേസ് പ്രൈസിനോടുകൂടി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രൈറ്റ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് കൂടി ആഡ് ചെയ്തതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഈ ഡിപ്രിസിയേഷൻ ഉപയോഗിക്കുന്നത് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സിൻ്റെ മേലെയാണ്. പക്ഷേ ചിലപ്പോൾ എമോർട്ടൈസേഷൻ ഡിപ്ലഷൻ എന്നൊക്കെ കാണും. എമോർട്ടൈസേഷൻ വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ മേലെ ആണ്. ഡിപ്ലഷൻ വരുന്നത് അതായത് വേസ്റ്റിംഗ് അസറ്റ് എക്സോസ്റ്റ് ചെയ്യുമ്പോൾ വേസ്റ്റിംഗ് അസറ്റിൻ്റെ മേലെയാണ് ഈ ഡിപ്ലഷൻ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ എമോർട്ടൈസേഷൻ ഇൻ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ് എക്സ്ക്ലൂഡിങ് ലാൻഡ്, ഫ്രീ ഹോൾഡ് ലാൻഡ്. എമോർട്ടൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ആ ലൈഫ് ടൈമിലടക്കം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വരുന്നത് കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ഗുഡ് വിൽ, അതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് വരുന്നത്. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഈ എമോർട്ടൈസേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എമോർട്ടൈസേഷൻ. ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് അസറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ക്വാറി അതുപോലത്തതൊക്കെ. അതിൽ
നമ്മൾ എത്രത്തോളം എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. മൈൻ അതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റ്, എക്സോസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ അതിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നതാണ് ഡിപ്ലഷൻ. അപ്പോൾ ഇത് മൂന്നും ചെയ്യുന്നത് ഒരുപോലെയാണെങ്കിലും പേര് മൂന്നും ഡിഫറൻ്റ് ആയിട്ട് വരാൻ കാരണം 3 ടൈപ്പ് ഓഫ് അസറ്റിൻ്റെ മേലെയാണ് ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും ഡിപ്ലഷനും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.